വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ മോളുടെ അച്ഛനെന്നൊക്കെ അരുണ പറയുന്നത് കേട്ടിട്ട് ഇനി ഒന്ന് അത് വിളിച്ച് കേട്ടാൽ മതി എന്ന് പറഞ്ഞ് കുഞ്ഞിനെ അങ്ങോട്ട് വാങ്ങുകയാണ്. അന്നേരം അതൊക്കെ ഓരോരോ നമ്മുടെ സ്വപ്നങ്ങളല്ലേ എല്ലാം നടക്കും, എന്നെ അമ്മാന്നും മൂർത്തി അച്ഛാന്നും വിളിക്കും, പിന്നീട് കമിഴ്ന്ന് വീഴാനുള്ള ഒരു കാത്തിരിപ്പ്, പിന്നീട് പല്ല് വരുന്നത്, പിന്നെ സ്കൂളിലാക്കുന്നത്, പിന്നെ കോളേജ് എന്നൊക്കെ ഒരുപാട് സ്വപ്നങ്ങളെന്ന് പറയുകയാണ്. അന്നേരം വിവാഹം നടത്തുന്നവർ പറയുന്നുണ്ട്. അന്നേരം അത് മതി, ഇനിയും ആലോചിച്ച് കൂട്ടിയാൽ അതൊക്കെ അത്യാഗ്രഹമായി പോകുമെന്നും പറഞ്ഞു വീണ്ടും കൊച്ചിനെ ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നേരത്തെ പോയ ആൾ വരുന്നുണ്ട്, ഒപ്പിടാനായിട്ട് വിളിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം കൂടി വരേണ്ടി വരും, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മോളെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ റെഡിയാണെന്ന് പറഞ്ഞ ഒരു കുഞ്ഞിനെയും കൊണ്ട് പോകുന്നുണ്ട്. അതേസമയം അവിടെ രാജേന്ദ്രനാണെങ്കിൽ രാജേന്ദ്രനോട് ശാന്താകെ ദേഷ്യപ്പെടുകയാണ് എന്ന് പറയുന്ന അപ്പോൾ പറയുകയാണ്, ആ സി ആണ് മുമ്പിൽ നിൽക്കുന്നത്, നിനക്ക് സിഗ്നൽ കാണിച്ചുകൂടരുതെന്ന്. അന്നേരം പിന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് ഞാൻ സിഗ്നൽ തരുന്നതെന്ന് പറഞ്ഞിട്ട് വഴക്കൊക്കെ കൂടുകയാണ്. എന്നിട്ട് അതുപോട്ടെ, നിങ്ങൾ ആ കൊച്ചിനെ എന്ത് ചെയ്തു എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആ കൊച്ചിനെ നീ പറയുന്ന കേട്ടാത്തൊന്നും എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നല്ലോ, അന്നേരം നിങ്ങളുടെ കൂടെ വേറെ ആരും ഉണ്ടായിരുന്നു, അയാളല്ലേ എടുത്തതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ കൊച്ചിനെ അവിടെ നിന്ന് എടുത്തിട്ടില്ല എന്നിങ്ങനെ പറയാം. അപ്പോൾ ആ കൊച്ചവിടെ ഇല്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല എന്ന് പറയുമ്പോൾ ശരി, ഇനിയിപ്പോൾ ആ കൃഷ്ണൻകുട്ടിയോട് എന്ത് അയാളുടെ കാശ് എങ്ങനെ കൊടുക്കുമെന്നും പറഞ്ഞ് രാജേന്ദ്രൻ ആരൊക്കെയോ ഫോൺ ചെയ്യുകയാണ്. അന്നേരം ശാന്ത വിചാരിക്കുന്നുണ്ട് ഇയാളല്ലെങ്കിൽ പിന്നെ ആ കൊച്ചിനെ ആരായിരിക്കും കൊണ്ടുപോയതെന്ന് ചിന്തിച്ച് ശാന്തയിൽ നിൽക്കുകയാണ്. അതേസമയം അവിടെ ശിവനും ശാലിനിയും കൂടി സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം വെളിയിൽ തന്നെ റസാക്ക് നിൽപ്പുണ്ട്. അന്നേരം കുഞ്ഞിനെ തട്ടിയെടുത്തതാണെന്ന് ആ സ്ത്രീ സമ്മതിച്ചു എന്നൊക്കെ ശാലിനി ആകെ വെപ്രാളത്തിലും ടെൻഷനിലും ഒക്കെയാണ്. അന്നേരം കുഞ്ഞ് ആദ്യം നമ്മുടേതാണോ എന്ന് തിരിച്ചറിയേണ്ടത്, എന്നിട്ട് വരെ ബാക്കി കാര്യങ്ങൾ എന്നിങ്ങനെ റസാക്ക് പറയുകയാണ്. എന്നിട്ട് ഓടി അകത്തേക്ക് കയറുന്നുണ്ട് ശാലിനി. അന്നേരം ഒരു കുഞ്ഞിനെയും കൂടി എടുത്തുകൊണ്ട് ഒരു സ്ത്രീ നിൽക്കുകയാണ്. അന്നേരം കുഞ്ഞിനെ കാണുമ്പോഴേ ശാലിനിയുടെ പ്രതീക്ഷയെല്ലാം പോകുന്നുണ്ട്. ഇതാണോ എന്ന് ചോദിക്കുമ്പോൾ അതെന്ന് പറയുകയാണ്. അന്നേരം നമ്മുടെ കുഞ്ഞിതല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ആ പ്രതീക്ഷയും പോയി എന്ന് പറയുമ്പോൾ മാഡം വിഷമിക്കേണ്ട, ആരോ ഓടിപ്പോയി എന്നല്ലേ പറഞ്ഞത്, അന്ന് രാത്രി CCTV ഫുട്ടേജിൽ സംശയാസ്പദമായിട്ടൊന്നും തെളിഞ്ഞിട്ടില്ല. പക്ഷേ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, പിന്നെ തമിഴന്മാർ എല്ലാവരെയൊക്കെ കേന്ദ്രീകരിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു വിവരം കിട്ടാതിരിക്കില്ല, അറിയിക്കാമെന്ന് ഇങ്ങനെ പറയുമ്പോൾ ശിവനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ശിവൻ പറയുന്നുണ്ട്, ഇതൊക്കെ വെറുതെ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ പ്രവർത്തിച്ച് കാണിക്കുക, റിസൾട്ട് ഉണ്ടാകും എങ്കിലല്ലേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഓ എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് റസാക്ക് ശിവനോടാക്കുകയാണ്. എന്നിട്ട് വിവരങ്ങൾ നൽകാം മാഡം, തളരണ്ട എന്നൊക്കെ ഇങ്ങനെ റസാക്ക് പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. അന്നേരം ശിവനാണെങ്കിൽ റസാക്കിനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. റസാക്കും അതേപോലെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ശിവനെ ഇനി ഇറങ്ങുകയാണ്. അതിന് ശേഷമാണെങ്കിൽ ശാലിനി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ശാരികേച്ചിയോട് ഞാൻ എന്ത് പറയും, ശാരികേച്ചി ഫേസ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നുമില്ല, ഇതിപ്പോൾ ആകെ സങ്കടകരമായല്ലോ. ഇപ്പോഴാണ് എനിക്ക് എൻ്റെ അമ്മയുടെ സാമീപ്യം ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത്, അമ്മയുടെ ഒരു തലോടലും ഒരു സാന്ത്വനമൊക്കെ ഒക്കെ മതിയായിരുന്നു, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്യാനായിട്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോലും പോകാനായിട്ട് തോന്നുന്നേ ഇല്ല എന്നിങ്ങനെ പറയുമ്പോൾ ശിവനെ അങ്ങോട്ട് സമാധാനിപ്പിക്കുകയാണ്. ശാലിനി ഇങ്ങനെ ടെൻഷൻ ആവാതെ, മനസ്സ് തളരരുത്, പിന്നെ ശാലിനിയാണ് എല്ലാവർക്കും ധൈര്യം കൊടുക്കുന്നത്, താനെന്ന ന്യൂക്ലിയസിന് ചുറ്റും പറക്കുന്ന അത് ചുറ്റുമുള്ളവരൊക്കെ തൻ്റെ ഒറ്റ ബലത്തിലാണ് എല്ലാവരും പോകുന്നത്, ഒരു ജില്ല ഭരിക്കുന്ന ഭരണാധികാരിയല്ലേ, ഒരുപാട് ജീവിതങ്ങൾ കാണുന്നതല്ലേ ദിവസേന, അപ്പോൾ പിന്നെ ധൈര്യമായിട്ടിരിക്കുക, അവർ വിവരം നൽകാമെന്നല്ലേ പോലീസുകാർ പറഞ്ഞത്, പിന്നെ ഞാൻ എൻ്റേതായ വഴിക്ക് അന്വേഷിക്കാമെന്ന് പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ എന്നാലും പിന്നെ ആരായിരിക്കും എന്നിങ്ങനെ ശാലിനി ചിന്തിക്കുമ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ആ ശാന്തയെ തന്നെയാണ് സംശയം, അവരുടെ ആ സംശയം അവരുടെ സംസാരത്തിൽ, ആ ഫോൺ വിളിയിലും എന്തൊക്കെയോ പന്തികേടുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ആ കാര്യമില്ല, വർഷങ്ങളായിട്ട് അമ്മയുടെ കൂടെ നിൽക്കുന്നതാണ്, പക്ഷെ പിന്നെയും ആര് എന്നുള്ളൊരു ചോദ്യം നിൽക്കുമ്പോൾ കുറേ ആളുകളൊക്കെ പറഞ്ഞ് ശാലിനിയെ വീണ്ടും ശിവൻ സമാധാനിപ്പിക്കുന്നുണ്ട്. അന്നേരം ശാലിനിക്കൊരു ഫോൺ വരികയാണ്. അന്നേരം ഞാൻ ഉടനെ എത്താമെന്ന് പറയുമ്പോൾ വയ്ക്കുന്നുണ്ട്. അന്നേരം ഓഫീസിലേക്കല്ലേ ഞാൻ ഡ്രോപ്പ് ചെയ്യാം, അവിടെ ചെന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുക, അപ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ വിവരം കിട്ടും, ഒന്നുകിൽ ഇവർ അറിയിക്കുക, അല്ലെങ്കിൽ ഞാനും അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞ് ശാലിനിയും കൊണ്ട് ശിവൻ പോകുന്നുണ്ട്. അതേസമയം അവിടെ രാഘവൻ നായർക്ക് പിള്ളയാണെങ്കിൽ ഓരോ ഗുളികയായിട്ടെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്, ഇത് ഷുഗർ, പ്രഷർ എന്നുള്ളത്, ശരീരവേദനയ്ക്കുള്ളത് എന്നൊക്കെ പറഞ്ഞ് എല്ലാം എടുത്ത് വയ്ക്കുകയാണ്. എന്നിട്ട് ഓരോന്നിൻ്റെയും പേരുകൾ എഴുതി ഏത് സമയത്താണ് കഴിക്കാനുള്ളത് എന്നൊക്കെ എഴുതി എല്ലാ ഡപ്പകളിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അന്നേരം ഇതൊക്കെ തന്നിട്ട് താൻ ഇവിടെ പോവുകയാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുക, അല്ലെങ്കിൽ പ്രശ്നമാവുമെന്ന് പറയുകയാണ്. അന്നേരം താൻ മാറി നിന്നാൽ കൊച്ചിൻ്റെ കാര്യത്തിൽ എന്നോട് ചോദ്യമൊക്കെ ചോദിക്കില്ലേ, അന്നേരം സാറിനോട് ആരും ചോദിക്കില്ല, രോഗിയാണ് എന്നുള്ളൊരു വയ്യാത്ത ആളെന്നുള്ള പരിഗണന കൂടിയുണ്ട്, അതുപോലെയല്ലല്ലോ ഞാൻ ഒത്തിരി നാളൊന്ന് മാറി നിൽക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് മാറുമെന്ന് പറയുകയാണ്. കൊച്ചു സുഖമായിട്ട് ഒരു സ്ഥലത്ത് വളരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം എന്നാലും താൻ മാറിക്കുമ്പോൾ സംശയിക്കില്ലേ എന്ന്, അന്നേരം അങ്ങനെയൊന്നുമില്ല, ഞാനിപ്പോൾ തീർത്ഥാടനത്തിന് പോവുകയല്ലേ എന്ന് പറയുകയാണ്. അന്നേരമാണെങ്കിൽ ഭാമ അങ്ങോട്ടത്തേക്ക് ഇറങ്ങി വരികയാണ്. അന്നേരം ഭാമ ചോദിക്കുന്നുണ്ട്, അല്ല പിള്ള എങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞു. അന്നേരം ഒന്ന് പഴനി വരെ പോയിരുന്നു, 2 വർഷം മുമ്പേ നേർന്നതാണ്, കാവടി എടുത്തേക്കാമെന്ന്, അതങ്ങ് നടത്തിയേക്കാമെന്ന് കരുതിയിരുന്നു. അന്നേരം അത് നല്ലത് തന്നെയാണ്, നേർച്ചയൊക്കെ ഉണ്ടെങ്കിൽ
അത് വെച്ച് താമസിപ്പിക്കരുത്, നടത്തണമെന്ന് പറയുക. അന്നേരം പഴനി മാത്രമല്ല മധുര, പിന്നെ കാശി രാമേശ്വരം ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ വലിയ യാത്രയാണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയും. അന്നേരം എപ്പോഴാണ് പോണേന്ന് ചോദിക്കുമ്പോൾ ഇപ്പം തന്നെ പുറപ്പെടുക, ഈ വീട്ടിൽ ചെന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞൊന്ന് ഇറങ്ങണമെന്ന് പറയുക. അന്നേരം എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ടാണോ ഞങ്ങളോട് പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് സത്യഭാമ അകത്തേക്ക് പോവുകയാണ്. അന്നേരം പിള്ളയോട് രാഘവനെ ചോദിക്കുകയാണ്, ഇതിപ്പോൾ എന്തെങ്കിലും സംശയം തോന്നി കാണുമോ? അന്നേരം അതൊന്നുമല്ല സത്യാമ്മ എനിക്ക് പിന്നെ വഴിക്ക് ചിലവിനുള്ള കാശ് തരാനായി ഇരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം തനിക്കെന്തിനാ കാശ്, താനെങ്ങും പോണില്ലല്ലോ എന്ന് പറയുക. അന്നേരം പോകാമല്ലോ വേണമെങ്കിൽ അമ്പലത്തിലേക്ക് എന്ന് പറയുമ്പോൾ താൻ ആൾ കൊള്ളാമല്ലോ എന്നിങ്ങനെ രാഘവൻ നായർ പറയുന്നുണ്ട്. ഈ സമയത്ത് ഭാമ കാശുമായിട്ട് ഇറങ്ങി വരുമ്പോൾ പൊന്നിയും പിന്നാലെ വരുന്നുണ്ട്. അന്നേരം ഇത് ഇരിക്കട്ടെ, വഴിപാടൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അതൊക്കെ തൊഴുത് പിള്ള വാങ്ങുകയാണ്. എന്നിട്ട് ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ശരി സാറേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. പെട്ടെന്ന് വെപ്രാളത്തിലേക്കാണ് പോണത്. അന്നേരം ഭാമയ്ക്ക് ആകെപ്പാടെ ഒരു പന്തികേട് തോന്നുന്നുണ്ട്, പൊന്നിക്കും തോന്നുകയാണ്. അന്നേരം ഈ യാത്രയിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് രാഘവേട്ടനോട് പിള്ള വല്ലതും പറഞ്ഞോ എന്ന് ചോദിക്കുക. അന്നേരം ഇല്ല എന്നോട് എന്ത് പറയാമെന്ന് പറഞ്ഞിട്ട് പൊന്നിയും നോക്കുന്നുണ്ട്. പക്ഷെ പൊന്നിക്ക് ആകെപ്പാടെ ഒരു സംശയം പോലെ നിൽക്കുകയാണ്. ഇതേ സമയയുടെ വീട്ടിൽ രാജേന്ദ്രനാണെങ്കിൽ ഒരു സ്ഥലത്തിൽ ഇങ്ങനെ നഖമൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണൻകുട്ടിയാണെങ്കിൽ വരുന്നുണ്ട്. എന്നിട്ട് പിന്നെ അങ്ങ് മുറ്റത്തും കുറച്ച് ദൂരെ മാറി നിന്നുകൊണ്ട് രാജേന്ദ്രനെ കാണുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഫോൺ ചെയ്യുകയാണ്. അന്നേരം ഫോൺ എടുക്കുന്നുണ്ട്. അന്നേരം അയ്യോ ഇന്നലെ കൊച്ചിനെ എടുക്കാൻ പറ്റിയില്ല എന്ന് പറയുകയാണ്. അന്നേരം എങ്കിൽ ഞാൻ നിൻ്റെ വീട്ടിലോട്ട് വരാമെന്ന് പറയുമ്പോൾ ഞാൻ വീട്ടിലില്ല, ആശുപത്രിയിലാണ്, താലൂക്ക് ആശുപത്രിയിൽ ECG എടുത്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് നെഞ്ചുവേദന, ഇപ്പോഴാണ് ശക്തി പ്രാപിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം രാജേന്ദ്രനെ കണ്ടുകൊണ്ടാണ് കൃഷ്ണൻകുട്ടി സംസാരിക്കുന്നത്. അന്നേരം കൊടുങ്കാറ്റൊന്നും അല്ലല്ലോ ശക്തി പ്രാപിക്കാനായിട്ട്, ഞാൻ ആശുപത്രിയിലേക്ക് വരാം. അന്നേരം വേണ്ട ഞാൻ ഇപ്പോൾ ആശുപത്രിയിൽ ഇപ്പോൾ ഇറങ്ങും എന്ന് പറഞ്ഞിട്ട് രാജേന്ദ്രൻ നോക്കുമ്പോൾ കാണുന്നത് കൃഷ്ണൻകുട്ടിയാണ്. അന്നേരം അവിടെ നിന്നൊക്കെ ഇറങ്ങി രാജേന്ദ്രൻ കൃഷ്ണൻകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം ഇന്നലെ കൊച്ചിനെ എടുക്കാൻ പറ്റിയില്ല സാറ്, 2 ദിവസം കഴിഞ്ഞ് തരാമെന്ന് പറയുകയാണ്. അന്നേരം എൻ്റെ കാശ് ഇടണമെന്ന് പറയുകയാണ്. ഒരു അബദ്ധം പറ്റിയതാണെന്ന് പറയുമ്പോൾ അബദ്ധം നിനക്കല്ലേ പറ്റി, എനിക്കാണ് പറ്റിയത്, നിന്നെ ജോലി ഏൽപ്പിച്ചതെന്ന് പറയുകയാണ്. മര്യാദയ്ക്ക് എൻ്റെ കാശ് എടുക്കുമെന്ന് പറഞ്ഞ് രാജേന്ദ്രൻ ഷർട്ടിന് കുത്തിപ്പിടിക്കുകയാണ്. അന്നേരം ഗുണ്ടായുസാണോ എന്ന് പറഞ്ഞ് രാജേന്ദ്രൻ ചോദിക്കുമ്പോൾ അതേടാ പഴയ തടിയാണ്, ആണി അടിച്ചാൽ വളയുന്നതൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് എങ്കിൽ പിന്നെ അടിക്കണമെന്ന് പറയുമ്പോൾ ഒരു അടി കൊടുക്കുകയാണ് രാജേന്ദ്രൻ. അന്നേരം താൻ എന്നെ തല്ലിയല്ലേ എന്നും പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയലി ആകുകയാണ്. തറയിലൊക്കെ വീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടൊക്കെ മറിയുകയാണ്. ഒന്നുകിൽ കാശ് അല്ലെങ്കിൽ കൊച്ചു എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ്. അന്നേരം അതിലൊക്കെ 2-3 പേരൊക്കെ ഓടി ഒന്ന് ഇത് പ്രശ്നമുണ്ടല്ലോ എന്ന് നോക്കി നിൽക്കുമ്പോൾ രാജേന്ദ്രൻ കിടന്ന് ശാന്തയെന്ന് വിളിക്കുകയാണ്. അന്നേരം ശാന്ത ഓടിക്കൊണ്ട് വരുന്നുണ്ട്. മാറുമെന്ന് പറഞ്ഞ് രാജേട്ടാന്നൊക്കെ പിടിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കൃഷ്ണൻകുട്ടിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുന്തും തള്ളും ഒക്കെയാണ്. അന്നേരം ഈ സമയത്ത് ശിവനാണെങ്കിൽ ഇവിടെ ജീപ്പിൽ എത്തുന്നുണ്ട്. ശാന്ത കാണുകയാണ്. അന്നേരം ശാന്ത അകപ്പാടെ പേടിച്ച് നിൽക്കുകയാണ്. അന്നേരം കൊച്ച് കാശ് എന്നൊക്കെ ഇവർ പറയുന്നത് കേൾക്കുന്നുണ്ട്. അന്നേരം ശിവൻ ഓടി വന്നിട്ട് രാജേന്ദ്രനെ കൊണ്ട് പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. ഏത് കൊച്ചിൻ്റെ കാര്യമാടാ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാന്ത ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അന്നേരം ഏത് കൊച്ചിനെ കൊടുക്കാമെന്ന് പറഞ്ഞാണ് നീയൊക്കെ കാശ് വാങ്ങിയെന്ന് പറയുമ്പോൾ കൃഷ്ണൻകുട്ടിയും രാജേന്ദ്രനും ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അന്നേരം നീയൊക്കെ പറയും, തത്ത പറയുന്നത് പോലെ പറയും, അങ്ങ് പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരുടെ മുന്നിൽ എന്ന് പറഞ്ഞിട്ട് രാജേന്ദ്രൻ ഷർട്ടിനെ കുത്തിപ്പിടിക്കുകയാണ് ശിവൻ. അത്രേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഒന്നുകിൽ ശിവൻ അവിടെ പറയിപ്പിക്കുക അല്ലെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ടുപോകുമായിരിക്കും. തുടർന്ന് സുസ്മിതയുടെ സ്വാമി പൂർണ്ണസ്വരൂപാനന്ദയുടെ ഒരു ആശ്രമമാണ് കാണിക്കുന്നത്. അവിടെയാണെങ്കിൽ സുസ്മിതയുടെ അടുത്തേക്ക് കുറേ പേപ്പറൊക്കെ ഒപ്പിടാനായിട്ടൊരു സ്ത്രീ ഇങ്ങനെ കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരാൾ ബാഗൊക്കെ തൂക്കി വരികയാണ്. അന്നേരം ഞാൻ യൂണിക്കോൺ ഇൻഷുറൻസ് കമ്പനി എന്നാണെന്ന് പറയുമ്പോൾ ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ വിളിച്ചിരുന്നു എന്ന് പറയുമ്പോൾ പേപ്പർ കണ്ടായിരുന്നു എന്ന് പറയും. ഇവിടുത്തെ ഒരു അന്തേവാസി മരണപ്പെട്ടു പോയില്ലേ, അവർ നോമിനി ആയിട്ട് വെച്ചിരുന്നത് ഇവിടുത്തെ ആശ്രമത്തിൻ്റെ ഇതാണെന്ന് പറയുമ്പോൾ അത് നമ്മൾക്ക് പുറത്തുനിന്നൊരു ഫണ്ട് പെട്ടെന്ന് അങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റില്ല, ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് അയക്കണം, അവിടെ അനുമതി വന്നാൽ മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ, സ്വാമിയോട് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. അന്നേരം ഇതൊക്കെ എങ്ങനെയാണ്, ഫോർമാലിറ്റീസ് ഒക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ 1-2 ദിവസത്തിനകം ക്യാഷ് അക്കൗണ്ടിലേക്ക് ആവുമെന്ന് പറയുകയാണ്. നമ്മുടെ കളക്ടർ മേഡത്തിൻ്റെ ഭർത്താവിൻ്റേത് ഞാനല്ലേ ശരിയാക്കിയെന്ന് പറയുന്നുണ്ട്. അന്നേരം ഏത് കളക്ടർ മേഡവും ചോദിക്കുമ്പോൾ ശാലിനി വിഷ്ണു എന്ന് പറയുകയാണ്. അന്നേരം ശാലിനിയുടെ മേഡത്തിൻ്റെ ഭർത്താവ് വിഷ്ണു മരണപ്പെട്ടല്ലോ, ആ ഒരു ഇൻഷുറൻസ് തുക ഞാനാണ് റെഡിയാക്കി കൊടുത്തതെന്ന് പറയുമ്പോൾ സുസ്മിത ആകെപ്പാടി ഒരു ഷോക്കാവുകയാണ്. അന്നേരം അവനങ്ങ് പോയ ഒരു യാത്രയെ പോലും കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അന്നേരം അത് എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് പറയുമ്പോൾ മധുരയിൽ വെച്ചാണ് മരണപ്പെട്ടത്, ഹെൽത്ത് ഇഷ്യൂ ആയിരുന്നു, സർജറി ഫെയിലായി, അങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം അപ്പോൾ അമ്പടി നീ അപ്പോൾ ആ ഇൻഷുറൻസ് പൈസയും കൈപ്പറ്റിയല്ലേ എന്നൊക്കെ സുസ്മിത ഇങ്ങനെ ആകെ ടെൻഷനും ഉണ്ട്. എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അന്നേരം പിന്നെ എന്തുണ്ടെങ്കിലും വിളിച്ചാൽ മതി എന്നുണ്ട്, ഒരു കാർഡ് വേണമായിരുന്നു എന്ന് പറയുന്നുണ്ട്, വേറൊരു ആവശ്യമുണ്ട് ഇയാളെ കൊണ്ടെന്ന് പറയുമ്പോൾ അത് കാർഡ് കൊടുക്കുന്നുണ്ട്, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി എന്ന് പറയുകയാണ്. അതിനുശേഷം അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്.
അന്നേരം സുസ്മിത ഇങ്ങനെ ആകപ്പാടെ ചിന്തിക്കുകയാണ്, അവിടെ ഇനി കൊള്ളാമല്ലോ, അപ്പോൾ ഇൻഷുറൻസ് തുക അങ്ങോട്ട് ചുളിയിൽ പോക്കറ്റിലാക്കി, ചുമ്മാതല്ല ശിവനെ അള്ളിപ്പിടിച്ചിരിക്കുന്നത്, എന്നിട്ട് ആരെയും അറിയിച്ചില്ലല്ലേ അവൻ്റെ മരണ വാർത്ത ഇവിടെ, എന്നിട്ട് ആ സത്യഭാമയെ പോലും അറിയിച്ചില്ല, മകൻ മരിച്ചതറിയാതെ ഇപ്പോഴും മകന് വേണ്ടി കാത്തിരിക്കുകയാണ് കൂടെ ആ കിഴവനും. എന്തായാലും സത്യഭാമയെ അറിയിക്കാനുള്ള യോഗം എനിക്ക് തന്നെയാണ്, ഞാൻ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട് സത്യഭാമയുടെ വീട്ടിലേക്ക്, ഇതെല്ലാം പുറത്തു പറയാനായിട്ട് എന്നിങ്ങനെ ചിന്തിച്ച് സുസ്മിത ഇരിക്കുകയാണ്. എത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ മിക്കവാറും ഇനി സുസ്മിത അവിടെ പോയി ഒന്നുകിൽ ശാലിനിയെ കണ്ടിന് ചിലപ്പം പറയുമായിരിക്കും വിഷ്ണു മരിച്ചത്, അതോ ഇനി ഭാമയെ നേരിട്ട് കണ്ടുപോയി പറയുമോ എന്നുള്ളതൊക്കെയാണ്. എന്തായാലും സുസ്മിത എല്ലാവരെയും അറിയിക്കും. അതിന് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.